നമസ്കാരം. ആചാര്യ IAS അക്കാദമിയുടെ ടോപ്പിക് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ബയോ-E3 അഥവാ ബയോടെക്നോളജി ഫോർ എൻവയോൺമെന്റ്, എക്കോണമി ആൻഡ് എംപ്ലോയ്മെന്റ്. ബയോടെക്നോളജിയെ വിവിധ മേഖലകളുമായി സംയോജിപ്പിച്ചുകൊണ്ട് നെറ്റ് സീറോ എമിഷൻ സാക്ഷാത്കരിച്ചുകൊണ്ട് വികസിത് ഭാരത് എന്ന വലിയ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള വിശാലമായ ആശയം. അതാണ് ബയോ-E3. സ്പേസ്, ഫുഡ്, എനർജി, ഹെൽത്ത്, മാനുഫാക്ചറിംഗ് തുടങ്ങി വിവിധ മേഖലകളിൽ ബയോടെക്നോളജി പ്രയോജനപ്പെടുത്തുന്നതിനായി ബയോ-E3 വഴിയൊരുക്കുന്നു. ഗ്രീൻ ഗ്രോത്ത്, ലൈഫ് ഫോർ എൻവയോൺമെന്റ് എന്നീ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ ആശയങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ സാധ്യമാക്കുക എന്നതാണ് ബയോ-E3യിലൂടെ ലക്ഷ്യമിടുന്നത്. മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ആണ് ഈ ഒരു പ്രൊജക്ട് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ജീൻ തെറാപ്പി, ഭക്ഷ്യ സംസ്കരണം, മലിനീകരണ നിയന്ത്രണം, ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്ഷൻ, വാക്സിൻ ഡെവലപ്മെന്റ് തുടങ്ങി വിവിധ മേഖലകളുടെ വികസനത്തിന് ഈ പ്രൊജക്ട് സഹായിച്ചേക്കും. ഇതോടെ 130 ബില്യണിൽ എത്തി നിൽക്കുന്ന ബയോ എക്കോണമി 2030ഓടെ 300 ബില്യൺ മറികടക്കും എന്നാണ് വിദഗ്ധാഭിപ്രായം. എന്നാൽ പുതിയ പദ്ധതിക്ക് അനുസൃതമായുള്ള വിദ്യാഭ്യാസ സമ്പ്രദായമോ കരിക്കുലമോ റിസർച്ച് ഫെസിലിറ്റീസോ ഇല്ലാത്തത് ഒരു വെല്ലുവിളിയായി ചൂണ്ടിക്കാണിക്കുന്നു. ഇതോടൊപ്പം കൂടുതൽ ക്ലിനിക്കൽ ട്രയൽസ് ഇതിന് ആവശ്യമാണ് എന്നതും സാങ്കേതിക തടസ്സമായി ചൂണ്ടിക്കാണിക്കുന്നു. ഇന്ത്യൻ ജനതയിലെ 47% വരുന്ന യുവതലമുറയെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഒരു റെസിലിയന്റ് മാനുഫാക്ചറിംഗ് ഇക്കോസിസ്റ്റം സൃഷ്ടിച്ചുകൊണ്ട് ഈ പ്രശ്നത്തെ ഒരു പരിധിവരെ മറികടക്കാൻ സാധിക്കും. ഇതോടൊപ്പം റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് മേഖലയിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുക, ഇൻവെസ്റ്റ്മെന്റ് വർദ്ധിപ്പിക്കുക, പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് വർദ്ധിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങൾ പ്രശ്നപരിഹാരത്തിനായി ചൂണ്ടിക്കാണിക്കുന്നു. ഇന്ത്യയുടെ എൻവയോൺമെന്റ് ഡൈവേഴ്സിറ്റി, അതുപോലെ തന്നെ ജിയോഗ്രഫിക്കൽ ഡൈവേഴ്സിറ്റി എന്നിവയൊക്കെ ബയോ-E3 എന്ന പദ്ധതിയുടെ സാക്ഷാത്കാരത്തിനായി എത്രമാത്രം സഹായകരമാകുമെന്ന് ചർച്ച ചെയ്യുക. ഒപ്പം ഇന്ത്യൻ എക്കോണമിയിലെ വിവിധ മേഖലകളുമായി ബയോ-E3യെ ബന്ധപ്പെടുത്തിക്കൊണ്ട് പഠിക്കാനുള്ള സാധ്യത പ്രയോജനപ്പെടുത്തുക. ബി വിത്ത് യുവർ ഡ്രീം, ബി വിത്ത് ആചാര്യ.